ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഡ്യൂക്ക് 250 മഡ്ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് നാളായിട്ട് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോഴാണ് എൻ്റെ സമയം കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഡ്യൂക്ക് 250 ഒറിജിനൽ മഡ്ഗാർഡല്ല, ഒരു ഫൈബർ പീസാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഫൈബർ പീസ് എടുത്തിട്ട് പെയിൻറ്റ് അടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് ക്രിസ്മസിൻ്റെ ഓഫറിൽ 300 രൂപയ്ക്കാണ് ഈ ഫൈബർ പീസ് കിട്ടിയത്. അപ്പോൾ എനിക്ക് പെയിൻറ്റിങ്ങും എല്ലാം കൂടെ ചേർത്ത് ഒരു 550 രൂപയെ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് ഇൻസ്റ്റാളേഷൻ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് പെയിൻറ്റിങ്ങെല്ലാം കഴിഞ്ഞിട്ടുള്ള പീസിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലിനി ഇവിടെ ഇത് ഫൈബർ പീസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല. അതിനി നമ്മളെ വണ്ടിയിൽ വെച്ച് നോക്കിയിട്ട് നമ്മൾ വേണം ഹോൾസ് ഇടാൻ. അപ്പോൾ ഇത് പെയിൻറ്റ് അടിക്കാൻ എനിക്കൊരു 250 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ഇതിപ്പോൾ ഓഫർ റേറ്റിൽ എടുത്തുകൊണ്ട് ഈ ഫൈബർ പീസ് ഒരു 300 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒറിജിനൽ പീസ് എടുക്കാനാണ് ഇരുന്നത്. പക്ഷേ ഒറിജിനൽ എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ സെറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷേ ആ ഫുൾ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെന്ത് ഇല്ല ആ മഡ്ഗാർഡിന്. അപ്പോഴത്തേക്ക് എഞ്ചിനിൽ ചെളി അടിക്കും. അതുകൊണ്ട് ഫ്രണ്ട് പീസ് മാത്രം കിട്ടത്തുമില്ല. അപ്പോൾ ഞാൻ ഒറിജിനൽ വാങ്ങിച്ചു കഴിഞ്ഞാലും ബാക്കി ബാക്ക് പീസ് എനിക്ക് വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രണ്ട് പീസ് മാത്രമായിട്ട് ഫൈബർ പീസ് വാങ്ങിച്ചത്. ഇപ്പോൾ പെയിൻറ്റിംഗ് എല്ലാം അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെയിൻറ്റിങ്ങിൻ്റെ റേറ്റൊക്കെ ഓരോ സ്ഥലത്ത് വെച്ച് വ്യത്യാസം വരും. എനിക്കെന്തായാലും ഇപ്പോൾ ഒരു 250 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്ന് വെച്ചാൽ ആ ഫ്രണ്ടിലത്തെ മഡ്ഗാർഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആക്സ ബ്ലേഡ് വേണം. പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് വേണം ആ ടോപ്പിലൂടെ ഒരു ഹോൾഡ് കൊടുക്കാൻ വേണ്ടി. പിന്നെ അത് ടൈറ്റ് ചെയ്യാനും മഡ്ഗാർഡിൽ ഹോളൊക്കെ ഇടാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. പിന്നെ ഫ്രണ്ടിലത്തെ മഡ്ഗാർഡ് ഊരാൻ വേണ്ടി ഒരു അലങ്കി സെറ്റും വേണം. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്കിതിൽ ഫ്രണ്ട് പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് മഡ്ഗാർഡ് വെച്ച് നോക്കി കട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്യൂക്കിൻ്റെ മഡ്ഗാർഡ് വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇത്രയാണ് കട്ട് ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ആ മഡ്ഗാർഡ് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന കാണിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത ക്ലിപ്സ് ഷോർട്സ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്തേക്കാം. ആദ്യത്തെ പാർട്ടായിട്ട് നമ്മൾ ഈ പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മഡ്ഗാർഡ് വെച്ച് നോക്കിയിട്ട് വേണം ബാക്കി എത്രയും കൂടെ കട്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ. കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് കളഞ്ഞ് അത് കഴിഞ്ഞ് ഈ ഒരു പോർഷനോട് നിന്ന് കട്ട് ചെയ്ത് കളയണം. എങ്കിലേ ആ മഡ്ഗാർഡിലെ ഹോൾസ് കറക്റ്റ് ഇതായിട്ട് അലൈൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മഡ്ഗാർഡ് വെളിയിലോട്ട് ബൾജ് ചെയ്തിരിക്കും. ഈ ഒരു സൈഡിലത്തെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെച്ചിട്ട് ഇത് ഊരി കഴിഞ്ഞാൽ ഇത് ഊരി നമുക്ക് എടുക്കാൻ പറ്റും. സൈഡിലെല്ലാം കട്ടിങ് എല്ലാം നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മഡ്ഗാർഡ് വെക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് കവറാവും. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ലെവലൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കട്ട് ചെയ്ത് റെഡിയാക്കാം. സൈഡ് ചെയ്ത കണക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ബോൾട്ട് നമുക്ക് ആദ്യമേ ഊരിയിട്ട് പിന്നെ കട്ട് ചെയ്യാം. ഈ ഊരുന്ന ബോൾട്ടൊക്കെ കളഞ്ഞു പോകാതെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തിരിച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ ബാക്കി ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇത്രയും ഭാഗം കൂടെ നമുക്ക് വേണ്ട. കാരണം കുറച്ച് അകത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കും. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ട് ബോൾട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായാലും ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്താലേ പറ്റൂ. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം. പക്ഷേ അപ്പോൾ സാധനം ഇതിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ വെച്ച് നോക്കിയിട്ട് ഈ സൈഡിലത്തെ ഈ പീസ് ഡിസ്കിൽ ചെറുതായിട്ട് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഈ ഫൈബർ പീസിൻ്റെ ഇടയ്ക്ക് ഒരു വാഷർ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്തിടണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വാഷറായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫൈബർ പീസിൻ്റെ അകത്ത് ഒരു ചെറിയ വാഷറാണൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഈ കറക്റ്റ് ത്രെഡിൻ്റെ അതേ സൈസും ആയിരിക്കും. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിറത്തൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ഞാൻ അപ്പോൾ മഡ്ഗാർഡ് ഇവിടെ ഈ സൈഡ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് കൂടെ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതിലിങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ ബോൾട്ട് ഊരിയെടുക്കും. എന്നിട്ട് ആ മഡ്ഗാർഡ് ഇതിൻ്റെ പിറത്തൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ നട്ട് അതിൽ കൂടെ ഇറക്കി ഇതിൽ സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഇവിടെ നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിലെ ബോൾട്ടിൻ്റെ പിടുത്തത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതോടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് സാധാ ഹാർഡ്വെയർ കടയിലൊക്കെ കിട്ടും, ചെന്ന് ചോദിച്ചാൽ മതി. ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്കറിയില്ല. ക്ലിപ്പ് കറക്റ്റ് ഈ മഡ്ഗാർഡിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ ഒരു ഹോൾ ഇടണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോൾ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പഴയൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇതാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് എന്ത് സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോൾ ഇടാം. അപ്പോൾ ഹോള് നമ്മൾ പെർഫെക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പഴയൊരു കത്രിക വെച്ചാണ് ബാക്കി ഹോളിലൂടെ ഇട്ടത്. കാരണം മറ്റത് അത്ര ഷാർപ്പല്ലായിരുന്നു.
രണ്ട് പോർഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ മഡ് ഗാർഡ് നമ്മൾ ഇതിലെടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇനി ഫൈബർ പീസ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു തരത്തിലുള്ള ഹോളുകളും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആംഗിളിൽ വെച്ചിട്ട് രണ്ട് സൈഡിലും ഹോൾ നമ്മൾ വേണം ഇടാൻ. ഇവിടെയും അപ്പുറത്തെ സൈഡിൽ ഒരു ഹോൾ ഇടണം. പിന്നെ ടോപ്പിൽ നമ്മൾ മറ്റേ ക്ലിപ്പ് വെച്ചവിടെ ഒരു ഹോൾ ഇട്ട് ഒരു നട്ടിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫേമായിട്ട് ഇരുന്നോളും, പിന്നെ ഇത് അനങ്ങത്തില്ല. നമ്മൾ രണ്ട് സൈഡിലും ഈ മഡ് ഗാർഡ് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആ നെറ്റ് വരുന്ന സൈഡിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ ഇവിടെയാണ് ഹോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അപ്പുറത്തും അത് കണക്കത്തിൽ ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ആ ടോപ്പിൽ ആ ക്ലിപ്പ് വരുന്ന സ്ഥലത്തൂടെ ഒരു ഹോൾ ഇടണം. ഇത് സെറ്റ് ചെയ്യണം. രണ്ട് സൈഡിലെയും ബോൾട്ടൊക്കെ ഇട്ട് മഡ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നമുക്കിനി കറക്റ്റ് ടോപ്പിൽ എവിടെയാണ് ഹോൾ ഇടേണ്ടതെന്നുള്ള പൊസിഷൻ അറിയാൻ പറ്റൂ. ഇനി അത് വെച്ച് ടോപ്പ് ഹോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആവും. ടോപ്പ് സൈഡിലൊരു ഹോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് അളന്നിട്ടിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ഹോളും റൈറ്റ് സൈഡിലെ ഹോളും ഇനി ഡയറക്റ്റ് ഇത് കറക്റ്റ് ഇതിലോട്ട് അലൈൻ ചെയ്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന ആ വാഷർ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഡിസ്കിലൊന്നും തട്ടാതെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ആ ബോൾട്ടിൽ കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ടോപ്പിൽ ഈ നെറ്റോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഒന്ന് ഈ പൊടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ഓവറാൾ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ മഡ് ഗാർഡ് കട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആരും കാണിക്കാത്തൊരു സംഭവമാണ്. ഇവിടെ ഈ ഗ്യാപ്പ് വരും. ഇതൊരു ചെളി തെറിക്കോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. മഴയത്തൊക്കെ ഓടി നോക്കിയിട്ട് അതുകൂടെ എന്തെങ്കിലും ചെയ്യണം. ചെളി തെറിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ MC വല്ലതും വെച്ച് ഇവിടെ ഇത്രയും കൂടെ കവർ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ഓവറാൾ ലുക്ക്. ഇത് വെച്ചതിന് ശേഷം സൈഡ് ലുക്കും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.